ഇന്ന് നമുക്ക് നമ്മുടെ ബീച്ച് വരെ ഒന്ന് പോയിട്ട് വരാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച കിട്ടിയാൽ നമ്മൾ വൈകുന്നേരം ബീച്ചിലേക്ക് ഓടിപ്പോവായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബീച്ചിലാണ്. പോകുന്ന വഴിയൊക്കെ തന്നെ കാണാൻ നല്ല രസമാണ്. രണ്ട് സൈഡിലും കെട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏതാണ്ട് 1.5 കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ബീച്ചിലോട്ടുള്ളൂ. ഞായറാഴ്ചകളിൽ ലേശം തിരക്കുണ്ടാവുന്നല്ലാതെ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് നമ്മൾ ബീച്ചിൽ വന്ന സമയം ഏതാണ്ട് പെർഫെക്റ്റ് ആണെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിക്കാറായിട്ടില്ല, എന്നാൽ വലിയ വെയിലും ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഞാൻ ശരിക്കും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറച്ച് അധികം നാളായ പോലെ എനിക്ക് തോന്നണുണ്ട്. തോന്നണമെന്നല്ല, അതാണ് സത്യം. ഞാനിവിടെ വന്നപ്പോഴേ എന്താണെന്നറിയില്ല, ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. തിരക്ക് മീൻസ് അവരെന്തോ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ അത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പോയില്ല. ഞാനും കുഞ്ഞും പിന്നെ കുറച്ച് നേരം ഇവിടെ കളിക്കാം എന്നൊക്കെ വിചാരിച്ചു. ബീച്ചിൽ വരുമ്പോഴേ ചിലർ ഓടി വേഗം ഇങ്ങോട്ട് വന്നിറങ്ങാൻ ചാൻസ് ഉണ്ട്. എന്താ ഇവിടെ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ പക്ഷേ കല്ലാണുള്ളത്. പെട്ടെന്ന് വന്ന് ചാടുമ്പോൾ കല്ലിലൊക്കെ കാല് കുത്തി കയറാൻ ചാൻസ് ഉണ്ട്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല, അതെല്ലാവർക്കും കിട്ടുമെന്നും എനിക്കറിയില്ല. എനിക്ക് പക്ഷേ ഭയങ്കര ഒരു സമാധാനമാണ്. ഞാനും കുഞ്ഞപ്പോൾ കുറച്ച് നേരം കളിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഞാനൊരു സാധനം കണ്ടത്. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ കളർ ഷെയ്ഡ്സൊക്കെ. ഇതിനു മുന്നേ പലതവണ ഞാൻ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ഷെയ്ഡിലുള്ള ഈ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കരുതി ഇതൊന്നു മാത്രമേ അവിടെ ഉള്ളൂ എന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എന്താ കണ്ട, ഇതെന്താണെന്ന് വെച്ചാൽ കല്ലുമ്മക്കായൻ്റെ ഷെല്ലാണ്. സത്യത്തിൽ ഇവിടെ കല്ലുമ്മക്കായ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ ഒരു ഷെല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് പറക്കി വെച്ചു. പിന്നെ ഞങ്ങൾ കളിക്കാൻ പോയപ്പോൾ വീണ്ടും എനിക്കിത് കിട്ടി. ഞാനും കുഞ്ഞും ഇത് വീണ്ടും വീണ്ടും കളക്ട് ചെയ്യുന്നുണ്ട്, കിട്ടുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്നപ്പോൾ ആദ്യം ഒരു കാഴ്ച കാണിച്ചായിരുന്നില്ലേ, അതായത് കുറച്ച് ആളുകൾ അവിടെ എന്തോ ജോലി ചെയ്യുന്നത്. അവരൊക്കെ കല്ലുമ്മക്കായ പറക്കായിരുന്നടാ. നമ്മളിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ബീച്ചിലേക്ക് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടുകാർ കടലിൽ കല്ലുമ്മക്കായ വറക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അധികം ദൂരോട്ട് പോകണം കല്ലുമ്മക്കായൊക്കെ പറക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത്ര അടുത്ത് ഈ സാധനം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു ചേട്ടനും ചേച്ചി മോണില്ലേ, അവരൊക്കെ കല്ലുമ്മക്കായ പറക്കിയിട്ടാണ് പോണേ. പക്ഷെ ഞാനും കുഞ്ഞിനും ഇതിൻ്റെ ഷെല്ലുകൾ വറക്കാനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു മയിൽപ്പീലിയുടെയൊക്കെ ആ കളർ ഷെയ്ഡ് ഉണ്ട് അതിൻ്റെ ഷെല്ലിന്. ഇനി ഞാൻ കണ്ട കാഴ്ചയൊക്കെ അടുത്ത പാർട്ടായിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. അതെന്തായാലും നിങ്ങൾ കാണണം. അപ്പോൾ ഓക്കെ, ബൈ.